അപ്പോൾ ആദ്യം തന്നെ നേരെ നമുക്ക് അങ്ങോട്ട് പ്ലേ സ്റ്റോറിലേക്ക് അങ്ങോട്ട് പോവാം. നേരെ സെർച്ച് ബട്ടണിൽ റാലി 7 ഓഫ് റോഡ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ വരും. ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് നേരെ പ്ലേ കൊടുക്കുന്നു. അപ്പോൾ ഇതുപോലെ ഒരു ഓപ്ഷൻസ് ഇതിന് ഉണ്ട്. ഒരു ഫ്രീ റൈഡ് മോഡൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊന്നും പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഗ്യാരേജ് എടുക്കുമ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഈ ഓരോ വണ്ടികൾ മാറ്റുമ്പോൾ സൗണ്ട് വരും. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആവാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഞാൻ മുൻകൂറായിട്ടൊന്ന് പറഞ്ഞതാണ്. ഇതൊക്കെ ഞാൻ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുള്ള വണ്ടികളാണ്. ഓരോ വണ്ടികൾ പർച്ചേസ് ചെയ്യണമെങ്കിലും അതിൻ്റെ RP ഉണ്ട്. അതുപോലെ എമൗണ്ടും ക്യാഷ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമുക്കൊരു എമൗണ്ട് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ നമ്മൾക്ക് ഓരോ സ്റ്റേജിൽ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്ത് പോകണമെങ്കിൽ ഓരോ വാഹനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്താൽ മാത്രമേ ഓരോ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ അതിൻ്റെ പവറും കാര്യങ്ങളും നമ്മൾ മാക്സിമം കൂട്ടി കൊണ്ടുവരണം എമൗണ്ട് കൊടുത്തിട്ട്. പിന്നെ നേരെ പ്ലേ കൊടുക്കുക. അപ്പോൾ ഇത് സ്റ്റേജ് ഞാൻ 100 സ്റ്റേജ് വരെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് 100 സ്റ്റേജിൽ ഒന്നുമില്ല. അവർ കൺഗ്രാജുലേഷൻ എന്നുള്ള ലെവലിലൊരു പരസ്യം. നേരെ ബാക്കിലേക്ക് പോയി പ്ലേ കൊടുക്കുന്നു. ഒന്നാമത്തെ സ്റ്റേജ് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഒന്നാമത്തെ സ്റ്റേജിലേക്കുള്ള വണ്ടി. ആദ്യം തന്നെ നമ്മളുടെ ഈ തുടക്കത്തിൽ കിടക്കുന്ന ഫസ്റ്റത്തെ വണ്ടിയാണ് നമുക്ക് കിട്ടുക. അത് പർച്ചേസ് ചെയ്ത് ഇത് നേരെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് തന്നെ എക്സ്ട്രേറ്റ് കൊടുത്ത് വണ്ടി പോയി കഴിഞ്ഞാൽ അവിടെ കയറില്ല. അവിടെ വന്ന് നിലവിൽ നിൽക്കും. നേരെ ബാക്കിലേക്ക് പോവുക. ക്യാമറ റിവേഴ്സ് ക്യാമറ ഉണ്ട്. നേരെ ഡ്രൈവ് മോഡിലിടുക. ഈ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിലവിൽ ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 2 പരസ്യം കാണിക്കും. അപ്പോൾ അത് തുടക്കത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ ആ പരസ്യം ജസ്റ്റ് ഒന്ന് വരും. നമ്മൾ സ്കിപ്പ് അടിച്ചു കൊടുക്കുക. അടുത്ത പരസ്യം വരും. അത് സ്കിപ്പ് അടിച്ചു കൊടുക്കുക. ഇത്ര തന്നെ ഉള്ളൂ. ഈ പരസ്യത്തിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ് അതിലുള്ളത് ഓരോ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. ബാക്കിയുള്ള രീതിയിലുള്ള നോക്കാൻ വെച്ചാൽ നല്ലൊരു ഗെയിം തന്നെ. കളിച്ചിട്ടുണ്ടാവും പല ആളുകളും. ഞാൻ കളിക്കാത്ത ആളുകൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള നല്ല നല്ല ഗെയിമുകൾ ഞാൻ നിങ്ങൾക്ക് തുടർന്നും പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കും. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പരമാവധി എല്ലാ ആളുകളും ശ്രമിക്കുക. ആയിക്കോട്ടെ, നന്ദി.